ദേ ദേവു, നമുക്ക് ക്യാമ്പ് അടിച്ചു പൊളിക്കണം കേട്ടോ. ഇന്നല്ലാതെ എത്ര നാളായി ഇങ്ങനെ ഒന്ന് കൂടണമെന്ന് വിചാരിക്കുന്നു. അഞ്ചു, എന്റെ അമ്മ ബേക്കറി ഒക്കെ ഉണ്ടാക്കിയോ? പിന്നെ അമ്മ ഒരുപാട് പലഹാരങ്ങൾ എന്റെ ബാഗിൽ വെച്ചിട്ടുണ്ട്. ഞാനും കുറച്ച് ഉപ്പിലിട്ടതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനേ കുറച്ച് ചിപ്സ് ഒക്കെ വാങ്ങിക്കണേ, നമുക്ക് രാത്രി കിടക്കുമ്പോ തിന്നാം. കുട്ടികളെ എല്ലാവരും റെഡി ആണല്ലോ അല്ലേ? ഏതെങ്കിലും കുട്ടികൾ എത്താനുണ്ടോ മിസ്സേ? അബുവും വിഷ്ണുവും കൂടിയേ എത്താനുള്ളൂ, ബാക്കി എല്ലാ കുട്ടികളും എത്തിയിട്ടുണ്ട്. ഇവന്മാരത് എല്ലാ പരിപാടിക്കും ഇത് തന്നെയാണല്ലോ അവസ്ഥ. ഇങ്ങോട്ട് വരട്ടെ രണ്ടുപേരും. അബു വിഷ്ണു എത്തിക്കിനെ അവന്റെ പപ്പ കൊണ്ടുവരുവാ മിസ്സേ. അതവർ നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ കുട്ടികളെ, നമ്മളുടെ ക്യാമ്പ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ സ്കൂളിൽ ചില പണികൾ നടക്കുന്നത് കാരണം വേറൊരു സ്ഥലത്ത് വെച്ചാണ് നമ്മുടെ ക്യാമ്പ് നടക്കുന്നത്. അപ്പോൾ എല്ലാവരും വണ്ടിയിൽ കയറിക്കോളൂ. എല്ലാവർക്കും ഈ ക്യാമ്പ് ഒരു നല്ലൊരു അനുഭവമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വണ്ടിയിൽ കയറിക്കോ. ടീച്ചറെ, ഈ കാട്ടിൽ കൂടെ നമ്മൾ ക്യാമ്പിന്റെ സ്ഥലത്തേക്ക് പോണത് കണ്ടിട്ട് നല്ല വൈബ് സ്ഥലമാണെന്ന് തോന്നുന്നുണ്ടല്ലോ. ഇതേ പഴയ ഒരു ബംഗ്ലാവാ, കാണാൻ നല്ല അടിപൊളിയാ. ഞാൻ ഈ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്. അതെ, എല്ലാവരും സാധനങ്ങളൊക്കെ എടുത്തോ. അതെ, നമ്മുടെ ബംഗ്ലാവ് എത്താനായി. എല്ലാവരും വരി വരിയായിട്ട് ഇറങ്ങണം, കേട്ടല്ലോ. അതെ, ആ കാണുന്നതാണ് നമ്മുടെ ബംഗ്ലാവ്. അവിടെ ഒരു സെക്യൂരിറ്റി നിൽപ്പുണ്ട്. നിങ്ങളുടെ ബാഗും സാധനങ്ങളും എല്ലാം അങ്ങനെ ഏൽപ്പിച്ചേക്ക്, കേട്ടല്ലോ. പിന്നെ മക്കളെ, പരിചയമില്ലാത്ത സ്ഥലമാണ്, നേരം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ആരും പുറത്തോട്ടൊന്നും പോകരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോടോ സാറിനോടോ പറഞ്ഞാൽ മതി, കേട്ടോ. നല്ല അടിപൊളി സ്ഥലമല്ലേ? അതെ അതെ, നല്ല വൈബ് സ്ഥലം. എന്തൊരു തണുപ്പാ ഇവിടെ. ഈ സ്ഥലം കണ്ടിട്ട് അത്ര അങ്ങോട്ട് രസിക്കണില്ല. എന്താണ് അബു അങ്ങോട്ട് തിരിഞ്ഞിട്ട് വർത്താനം പറയേണ്ടത്? നോക്കട വിഷ്ണു, ഇതിന്റെ കോലം കണ്ടിട്ടേ എനിക്ക് അത്രക്ക് അങ്ങോട്ട് സുഖം തോന്നുന്നില്ല. ഇതേ ആ മണിച്ചിത്രത്തായ ബംഗ്ലാവിന്റെ പോലെയല്ലേ? ഇങ്ങനെ ഒരു പേടിത്തൊണ്ടൻ അവൻ തുടങ്ങുന്നുണ്ട് ഇനി ഓരോ കെട്ടുകഥകൾ ഉണ്ടാക്കാൻ. അത് പിന്നെ അവന്റെ സ്ഥിരം പരിപാടിയാണല്ലോ. അവനെ നൃത്തം കണ്ടാ തോന്നും എന്താ ധൈര്യം. എന്താടാ അബു, അകത്ത് കയറുന്നതിന് മുമ്പ് തന്നെ നീ പേടിച്ചോ? അപ്പൊ അകത്ത് കയറിയാലും നിന്റെ ഗതി എന്താവും? എന്ത് ഗതി? നീ എന്ത് ഗതി എന്നാ ഉദ്ദേശിച്ചേ? ഏയ് ഒന്നുമില്ല. അതെ, ഇതിവിടെ പഴയ രാജാക്കന്മാരെ കൊട്ടാരാണെന്നും പറഞ്ഞതാ. അതെ, നീ പഠിപ്പിച്ചു തരുന്ന ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്കും അറിയാം. ക്ഷമിക്കണം തമ്പുരാട്ടി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ അങ്ങയോട്. അവരുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? നിങ്ങൾ കണ്ടോ? ഇവളുമാരുടെയൊക്കെ അഹങ്കാരം ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും തീർന്നിരിക്കും. ഈ പിങ്കിയാ പറയുന്നേ. പിങ്കി, നിന്റെ അടുത്ത് എന്തൊക്കെയോ പ്ലാൻ ഉള്ള പോലെയാണല്ലോ നിന്റെ സംസാരം. എന്താ നിന്റെ പ്ലാനിങ് ഒക്കെ? എന്താന്നേ നിങ്ങൾ കാത്തിരുന്ന് കണ്ടോ. ഏതായാലും ഇവരിവിടെ കിടന്ന് ഉറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. മിസ് വിളിക്കുന്നുണ്ട്, എല്ലാവർക്കുള്ള റൂം കാണിച്ചു തരാന്നേ. അയ്യോ, ബാൽക്കണിയുള്ള റൂമുണ്ടോ ആവോ? എനിക്ക് അതന്നെ മതി. അതിനെ ഇവിടെ നിന്റെ ഇഷ്ടത്തിനല്ല റൂം കൊടുക്കുന്നേ, എല്ലാവർക്കും കൂടി ഒരു റൂമൊക്കെ കാണൂ. ഇതേ കുട്ടികളെ, നിങ്ങൾക്ക് കിടക്കാൻ 2 റൂമുണ്ട്. ആരൊക്കെയാ കിടക്കുന്നതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. ടീച്ചറെ, ഞാനും ദേവും ആമയും കൂടി ഒരു റൂമിൽ കിടന്നോളാം. ഞങ്ങൾക്ക് 3 പേർക്ക് ഒരു റൂം തന്നേക്ക്. അപ്പൊ ഞാനോ? അബുവിനും വിഷ്ണുവിനും മേളിൽ വേറെ റൂം ഒഴിവുണ്ട്, അവിടെ കിടന്നോ. ഞാനും വിഷ്ണു ഒറ്റക്കോ? അല്ലടാ, നിനക്ക് സ്കൂളിലെ മൊത്തം പിള്ളേരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്തേ? അയ്യേ, ഇവൻ എന്തൊരു പേടിത്തൊണ്ടരാ. അത് പിന്നെ എനിക്ക് പേടിണ്ടായിട്ടൊന്നല്ല. വിഷ്ണുവിന്റെ അമ്മേ എന്നോട് പ്രത്യേകം പറഞ്ഞതാ, ഓൻ ഒറ്റക്കൊരു റൂമിൽ എവിടെയും കിടക്കരുതെന്ന്. അതുകൊണ്ടാ. എനിക്കെന്ത് പേടി? എനിക്ക് പേടിക്കണ്ടേ? ചേച്ചി പേടിച്ചാണ് മൂത്ര കയറിണ്ടെന്ന് എന്റെ അമ്മ പറഞ്ഞല്ലോ. നാണക്കേട് വിചാരിച്ചാണ് ഉണ്ടാക്കില്ലേ. ടീച്ചറെ, ഞങ്ങൾ ചിഞ്ചുവിന്റെ വല്ല റൂമിൽ കിടന്നോളാം. എന്നാ പിന്നെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യേ, അവിടെ 4-5 ബെഡ് ഉണ്ട്. എനിക്ക് പേടി ആയോണ്ടല്ലേടാ നീ ഞങ്ങളുടെ റൂമിൽ കിടക്കുന്നേ. പൊട്ട ഇച്ചത് പേടി. എനിക്ക് എന്നെ പറ്റി എത്തല്ലെങ്കിൽ വിടാനുള്ളത്. ഞാനേ രാത്രിയൊക്കെ പുറത്തിറങ്ങി നടക്കണ ആളാ. മക്കളെ, സംസാരിച്ച് നേരം കളയണ്ട. നാളെ നേരത്തെ എണീക്കാനുള്ളതാ എല്ലാവർക്കും. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു. ഞാൻ വീണ്ടും പറയാം, പരിചയമില്ലാത്ത സ്ഥലമാണ്, എവിടേക്കും പോയേക്കരുത്. പിന്നെ അവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ട്, അവിടേക്ക് പോയേക്കരുത്. ഈ കൊട്ടാരത്തിലെ പല വിലപിടിപ്പുള്ള സാധനങ്ങളും അവിടെ സൂക്ഷിച്ചിട്ടുള്ളതാ. നിങ്ങൾ അവിടെ പോയി അതൊന്നും നശിപ്പിക്കരുത്. ടീച്ചറെ, എന്നാ പോയി കിടന്നോ. ഗുഡ് നൈറ്റ്. എല്ലാരും പോയാ? വിഷ്ണു നിക്കടാ, ഞാനുണ്ട്. വേഗം ചെല്ലടാ അബു, നിനക്കുള്ള പണി റെഡി ആയിക്കൊണ്ടിരിക്കുക. നിന്റെ ധൈര്യമൊക്കെ ഇന്ന് ചോർന്നു പോകും. നമ്മുടെ റൂം നല്ല ഭംഗിയുണ്ടല്ലേ വിഷ്ണു? നമുക്ക് 2 ഒപ്പം കിടക്കട്ടാ. എന്തിന്? അല്ല, എനിക്ക് പേടിയില്ല ഒറ്റയ്ക്ക് എടുക്കാനേ, അതുകൊണ്ടാ. എനിക്കൊരു പേടിയില്ല. നീ നേരത്തെ ഞാൻ കുട്ടികളുടെ ഇടയിലൊക്കെ ഇട്ടുകൊണ്ട് എന്നെ വഷളാക്കി. എനിക്ക് പേടിയുണ്ടെങ്കിലേ നീയേ അത്തായി സാറിന്റെ കൂടെ പോയി കിടന്നോ. അയാളൊപ്പം കിടക്കണേക്കാളും നല്ലതേ പ്രേതത്തിന്റെ കൂടെ പോണതാ. നീയേ ചിലക്കാതെ വേഗം കിടക്കാൻ നോക്ക്. അവരവിടെ ഇരുന്ന് പ്രേതകഥ പറഞ്ഞോട്ടെ, നമുക്ക് കിടന്നുറങ്ങാം. അബു, നിങ്ങൾ 2 കിടക്കുന്നുണ്ടോ? ഇതാ കിടക്കാണ്. ഇവനിട്ട് എവിടെ പോയി? ഞാനേ എന്റെ തുണി മുപ്പായെന്ന് മാറ്റിടാൻ പോയതേന്. ഓ ശരി. ഇച്ചാണല്ലേ ഇവിടെ ഊർക്കം വരച്ച് കിടന്നുറങ്ങേണ്ടത്, മനസ്സിലൊന്നും ഉറങ്ങാനായിക്കൂടാ. റബ്ബേ, ഇച്ചാണെങ്കിൽ ഉറക്കം വരുന്നില്ല. എത്ര സൗണ്ടായി കേൾക്കണ്ടേ? ക്ലോക്കിന്റെ സൗണ്ടല്ലേ? ഞാനിവിടെ പേടിച്ചു. ഈ വിഷ്ണുക്കെ ഉറങ്ങാൻ കണ്ടിട്ട് കൊതിയാവണം. ഇച്ചാണെങ്കിൽ ഉറക്കം വരുന്നില്ല. വിഷ്ണു, എന്താ പറ? നോക്കടാ, ടീച്ചർ പറഞ്ഞ കേട്ടില്ലേ ചേ, ആ സ്റ്റോർ റൂമുകാരൻ കിടക്കരുതെന്നേ. അതിലെന്തോ ഒരു കളത്തരല്ലേ? കാണും. ഇതൊക്കെ കളത്തരം കാണുന്നോ? അപ്പൊ നീ മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. എടാ, ചിലപ്പോ അതില് വല്ല പ്രേതങ്ങളുണ്ടെങ്കിലോ? അതുകൊണ്ടാണെങ്കിലോ ടീച്ചർ അത് തുറക്കണ്ടെന്ന് പറഞ്ഞത്. എന്നാ പിന്നെ അതെന്നാവും. ഇവിടത്തെ
പണ്ടൊരു വേലക്കാരി അവിടെ തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞു കേട്ടിരുന്നു. അതായിരിക്കും. അല്ല നോണ, ഈ പാതിരാത്രിക്ക് വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം കണ്ടില്ലേ? അബു, നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അല്ല പിന്നെ ക്കുള്ള പണി കൊടുക്കാനുള്ള സമയമായി. ഡോറിന് മെല്ലെ പോയി മുട്ട. വേഗം ഇവിടെ നിന്ന് ഓടട്ടെ. ആരാ ഡോറിന് മുട്ടുണ്ട്? കേട്ടില്ലേ? ആരാന്ന്? ഒരു പെണ്ണിന്റെ സൗണ്ട് അല്ല കേട്ടത്? വിലക്കത്തിൽ പോത്തിന്റെ മാരി കിടന്നുറങ്ങണത് ഇവരാരൊന്നും കേൾക്കണില്ലേ? ചെത്തക്ക സൗണ്ടാ പഠിച്ചോനെ പറഞ്ഞ് കേൾക്കേണ്ടത്. എല്ലാരും ചെവി എന്താ പൂട്ടിച്ചേക്ക? വിഷ്ണു, വിഷ്ണു, എടാ വിഷ്ണു. എന്താ അബു, ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കോ? ആ ഡോറിനാണ് വന്നിട്ടാണ് മുട്ടി. ഈ പാതിരാത്രിക്ക് ആര് വന്ന് മുട്ടാനാടാ? നിനക്ക് തോന്നിയതാവും. നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. നീ ചിലപ്പോ ആ വേലക്കാരിയുടെ പ്രേതം മറ്റോ ആയിരിക്കും. നീ എന്തിനാ അതൊക്കെ ശ്രദ്ധിക്കാൻ പോണേ? അതെ, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? രണ്ടാളീ റൂമിൽ നിന്ന് ഇപ്പൊ തട്ടു. പേടിത്തൂരുകളായോണ്ടാ ഇവിടെ കിടത്താൻ തന്നെ സമ്മതിച്ച്. ഇതിപ്പോ വല്ല കുരിശായല്ലോ ദൈവമേ. ഈ ചിഞ്ചു ഒന്ന് നീച്ച് നോക്ക്. കാര്യം ഒരു സൗണ്ട് കേൾക്കണില്ല. ഞങ്ങൾക്കൊന്നും ഒരു ശബ്ദം കേൾക്കുന്നില്ല. നീ ഓരോന്ന് ആലോചിച്ചിട്ട് കിടന്നിട്ടാ. ഒന്ന് മിണ്ടാതെ പോയി കിടക്കാൻ നോക്കാബൂ. അടിച്ചോനെ, എന്റെ ചെവിന്റെ എന്തോ അടിച്ചു പോയിക്കൊണ്ടെന്നാ തോന്നുന്നത്. ഇച്ച് മാത്രം തീർന്നാ കേൾക്കണേ. പണി ഏറ്റെന്നാ തോന്നുന്നേ. അബുവിന്റെ കരച്ചിലത് കേൾക്കുന്നു. ഇനി വേറൊരു പണിയും കൂടി ഉണ്ട്. ഓ, എന്തൊരു നാറ്റമാ ഇതിന്. ചീന ഇറച്ചീനി ഇവിടെ ഇരിക്കട്ടെ. ഓനെ അബു, നിനക്കിപ്പോ നല്ല സ്പ്രേയുടെ മണം വരും. നല്ലോണം മണത്തോണേ. എന്ത് മണാ വരുന്നത്? പണി തുടങ്ങി. എന്ത് മണാണത്? വിഷ്ണു, എന്തോ ഒരു ചത്ത സ്മെല്ല് വരുന്നില്ലേ? നമുക്ക് മണക്കണില്ല. അതെന്റെ ഷോക്സിന്റെ ഉള്ളിൽ നിൽക്കാരം. തിരുമ്പലില്ലല്ലോ ജി, അതുകൊണ്ടാ. എടാ, ഇത് കാര്യം പറഞ്ഞേ, നമുക്ക് ഒരു മണമില്ലേ? ആ, ചെറിയ എന്തോ ഒരു മണം ഇങ്ങനെ വരുന്നുണ്ട് കാറ്റില്. പൊന്നു വിഷ്ണു, അത് ടോയ്ലറ്റ് നിന്ന് വല്ലതും ആയിരിക്കും. നീ കിടക്ക്. ഇങ്ങനെ ഉറക്കം വെച്ചിട്ടാ നിനക്ക് ഓരോന്ന് തോന്നുന്നേ. എടാ, ഇനി എന്തോ? എനിക്ക് മൂത്രയിക്കാൻ മുട്ടുന്നുണ്ട്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ നിനക്ക് മൂത്രയിക്കാൻ മുട്ടുന്നതിന്? എടാ, എന്റെ കൂടെ ഒന്ന് വരോ പ്ലീസ്? ഇല്ല, ഞാൻ വരില്ല. എടാ, അങ്ങനെ പറയില്ലടാ. ഇന്നാളൊരു എനിക്ക് സ്കൂളിൽ നിന്ന് തൂറാൻ മുട്ടിയപ്പോ ഞാനല്ല എന്റെ കൂടെ പോകുന്നത്. അന്ന് പാന്റിൽ തൂറിയിട്ട് എന്റെ ഒപ്പം ആരും വന്നില്ല മണത്തിട്ട്. അന്ന് ഞാൻ തന്നെ ഉള്ളേനി. ദൈവമേ, വരാം, നടക്ക്. അയ്യോ, ആരും ഡോറ് തുറന്ന് വരുന്നുണ്ടെന്നാ തോന്നുന്നേ. ആ ഇറച്ചി കഷ്ണം അവിടെ എടുക്കാനും പറ്റിയില്ല. വേഗം നടക്കാബൂ. ഓ, ആ ചീഞ്ഞ നാറ്റം ഇവിടെ ഉണ്ടല്ലോ. എന്താത്? ഞാൻ പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസമില്ലേനല്ലോ. എങ്ങനെയുണ്ട്? അയ്യേ, ഇതെന്താ? റബ്ബേ, ചീഞ്ഞ ഇറച്ചി. റബ്ബേ, മണത്തിൽ നിക്കാൻ വയ്യ. ഓ, അപ്പൊ അതേനല്ലേ ഇത്രയും നേരം മണത്തിരുന്നത്? എന്നാലും ഇതാരാ ഇവിടെ കൊണ്ടുവന്നിട്ടേ? അതന്നല്ലേ ഞാനും പറഞ്ഞത്. ആരത് ഇവിടെ കൊണ്ടുവന്നിടാനേ? ചിലപ്പോ വല്ല പൂച്ചയോ പട്ടിയോ ആയിരിക്കും. നാളെ കറക്റ്റ് നമ്മളെ റൂമിന്റെ മുന്നിൽ തന്നെ അങ്ങനെ എത്തിയതേ. അതും ആലോചിച്ച് നിൽക്കണം. അത് നിനക്ക് ടോയ്ലറ്റിൽ പോണോ? നടക്ക് നടക്ക്. നീ ഒന്ന് വേഗം നടക്കാൻ നോക്കാബൂ. ആ, ഞാൻ നടക്കുന്നതാണല്ലോ. ഇവിടുന്ന് ഒരു ശബ്ദം കേട്ടത്? ഞാനും കേട്ടു. ഒരു പെണ്ണ് കരയുന്നതല്ലേ? ഞാൻ നേരത്തെ റൂമിൽ കിടക്കുമ്പോഴും കേട്ടിരുന്നത്. ആ, ഒരു പെണ്ണ് കരയുന്ന പോലെ തന്നെയാ തോന്നിയേ. എത്ര വിഷ്ണു, എത്തെന്ത് പറ്റിച്ചൊക്കെ മുണ്ടാത്തേ? എന്നെ മനസ്സിലായോ? ഇല്ല. എന്തിനാ നമ്മളടുത്തേക്ക് വന്നിക്കണത്? നിങ്ങളുടെ രണ്ടുപേരുടെയും ചോര എനിക്ക് വേണം. ഇത് കുടിക്കാനാ ഞാൻ വന്നേ.